ലിഫ്റ്റിൽ കുടുങ്ങലൊന്നും പ്രതിപക്ഷ നേതാവിൻ്റെ സഞ്ചാരങ്ങളെ ബാധിക്കാറേയില്ല. പണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കെ നടത്തിയ സഞ്ചാരങ്ങളാണ് VSന് ജനകീയ പ്രതിച്ഛായ നൽകിയത്. കാടും മേടും കയ്യേറ്റവും നേരിട്ട് കാണാൻ VS മതികെട്ടാനിലും പൂയംകുട്ടിയിലും നടന്നു കയറി അട്ടകടി കൊണ്ടു. അതുപോലെ എവിടെ ജനകീയ പ്രശ്നങ്ങളുണ്ട് അവിടെ ചെന്നിത്തലയുണ്ട് എന്ന നിലയിൽ ജനകീയനാകാനാണ് ശ്രമം. പലരും വിളിക്കാത്തത് കൊണ്ടാണ് എമ്പാടും യാത്ര ചെയ്യാത്തത്. രമേശ് ചെന്നിത്തലയും VSന് പഠിക്കുകയാണ്. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുഞാവൽ കാപഴുത്തേ നീ വരുകില്ലേ. വളരെയേറെ അപൂർവങ്ങളായ സസ്യങ്ങളുള്ള ജൈവ വൈവിധ്യം നിറഞ്ഞ ഈ പ്രദേശത്ത് ഒരു ഹരണവും പാടില്ല. ഇതൊന്നും ശരിയായ നടപടിയല്ല. ആർക്കും ഇതിനെ അംഗീകരിക്കാനും നിവർത്തിയില്ല. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുഞാവൽ കാവഴുത്തേ നീ വരുകില്ലേ. അതെ, ഇവിടെ വന്നപ്പോ റോസ്മേരി എന്നൊരു കൊച്ചുകുട്ടി, എന്തിയാ കുട്ടിയെ വിളിച്ച് മക്കളെ റോസ്മേരി റോസ്മേരി ഈ കുട്ടിയെ വരെ അറസ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. റോസ്മേരിയെ വരെ. ഈ മോന്റെ പേരെന്താ? അലൻ ജോഷി. അപ്പൊ ഇങ്ങനെയുള്ള കൊച്ചുകുട്ടികളെ വരെയാണ് അറസ്റ്റ് ചെയ്തത്. മാനം മുട്ടും മാമരക്കാടും ആരും കാണാ താഴ്വരത്തോടും കുന്നിമണി എന്നതുപോലെ ഞാൻ അമ്മാനമാടിടാം പെണ്ണേ. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഈ സമരത്തിന് ഞാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു കൊട്ട മണ്ണ് പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുഞാവൽ കാവഴുത്തേ നീ വരുകില്ലേ. ഇത് ജനകീയ സമരമാണ്. ഈ ജനകീയ സമരത്തെ ആര് വിചാരിച്ചാലും തകർക്കാൻ സാധ്യമല്ല. അതിനുള്ള ശക്തിയുള്ള ഒരു ലോബിയും കേരളത്തിൽ ഇനിയും ജനിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയമസഭയിൽ തിളങ്ങുന്ന പ്രതിപക്ഷ നേതാവ് VSനെ പോലെ ഏറ്റെടുക്കുന്ന വിഷയം തീരുമാനമുണ്ടാക്കുന്നതുവരെ പിന്തുടരണം. ഫോട്ടോ സെഷൻ മാത്രമാക്കരുത് ഈ സഞ്ചാരങ്ങൾ. വക്രദർശി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.